വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തു അൽ കഹ്ഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 73 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 74, 75, 76, 77, 78 വചനങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഓതുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا قال ألم أقل لك إنك لن تستطيع معي صبرا قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع അലൈഹി സ്വബ്റാ. ഇതാണ് 77 വരെയുള്ള ആയത്തുകൾ. നമുക്ക് ഇതിൻ്റെ ആശയവും അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 74 മുതലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ത്യാഗപൂർണമായ ഒരു യാത്ര മൂസാ നബി അലൈഹിസ്സലാം ഖിളറിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം യാത്ര പുറപ്പെടുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നത് വരെ അതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ നമ്മൾ ഒരു സംഭവം നമ്മൾ കണ്ടു. അവർ യാത്ര ചെയ്ത കപ്പലിൻ്റെ ഒരു പലക പൊളിച്ചെടുത്ത് അതിനെ കേടാക്കി. ആ സമയം ക്ഷമിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഖിളർ ഓർമ്മപ്പെടുത്തി, ഇങ്ങനെ ക്ഷമയില്ലാതെ ചോദിച്ചാൽ നമ്മുടെ കരാറ് പ്രകാരം ഇനി തുടർന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ക്ഷമ ചോദിച്ച് വീണ്ടും യാത്രക്ക് അനുമതി നൽകി. അങ്ങനെ അടുത്ത സംഭവമാണ് പറയുന്നത് 74-ാമത്തെ വചനത്തിൽ. അങ്ങനെ അവർ രണ്ടുപേരും പോയി. എവിടുന്ന്? ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ രണ്ടുപേരും പോയി. ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ. അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഒരു ബാലനെ, ഒരു കുട്ടിയെ കണ്ടു. ഫഖതലഹു. അപ്പോൾ എന്ത് ചെയ്തു? ആ കുട്ടിയെ ഖിളർ കൊലപ്പെടുത്തി. അങ്ങനെ കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, അഖതൽത നഫ്സൻ സക്കിയ. നിർദോഷിയായ നല്ലവനായ ഒരു കുട്ടിയെ. സക്കിയത്ത് അതാണ്. സാക്കിയത്ത് എന്ന് ഖിറാഅത്ത് പറഞ്ഞ ആളുകളുണ്ട്, സക്കിയത്തുമുണ്ട്. തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞ വാക്ക് സക്കിയത്ത്. സക്കിയത്ത് എന്ന് പറയുമ്പോൾ നിർദോഷിയായ, ദോഷം ചെയ്യാത്ത നല്ലവനായ ഒരു കുട്ടിയെ താങ്കൾ കൊന്നുകളയുകയാണോ എന്ന് ചോദിച്ചു. ബി ഗൈരി നഫ്സിൻ. ഒരാളെ എപ്പോഴൊരാളെ കൊല്ലാൻ പറ്റുള്ളൂ? ബി ഗൈരി നഫ്സിൻ. മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ. മറ്റൊരാൾക്ക് പകരമായിട്ടാണെങ്കിൽ ഒരാളെ കൊല്ല. ഇത് പകരമായിട്ടും അല്ല, വളരെ ചെറിയൊരു കുട്ടിയാണ് താനും. അങ്ങനത്തെ ഒരു കുട്ടിയെ താങ്കൾ കൊന്നു കളഞ്ഞോ എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ ചോദിച്ചു. ലഖദ് ജിഅ്ത ശൈഅൻ നുക്റ. തീർച്ചയായും താങ്കൾ എതിർക്കപ്പെടേണ്ട ആക്ഷേപാർഹമായ, നുക്ർ ആക്ഷേപാർഹമായ, എതിർക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കപ്പലിൻ്റെ ഒരു പലക അടർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒരു പക്ഷേ കപ്പൽ മുങ്ങാതിരിക്കാം. അതൊരു പക്ഷേ കേടുവരുത്തുന്നതിനേക്കാളും
കേടുവരുത്തിന് മുമ്പുള്ളതിനേക്കാളും നന്നായി അതിനെ പുനർനിർമ്മിക്കാനാകും. അത് അത്ര വലിയൊരു പ്രശ്നമല്ല. ഒരു പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിനെ ക്ഷമിച്ച് കാണാവുന്നതേ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ സംഭവം അങ്ങനെയല്ല. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കുട്ടിയാണ് കൊല്ലുകയാണ്. ചില ആളുകൾ ചുമരിനെ അടിച്ചു കൊന്നു. എന്തായിരുന്നാലും കൊലപ്പെടുത്താണ്. കൊല്ലാൾ എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. കൊന്നു കളഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അതൊരു തെറ്റാണെന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമേ ഇല്ല, അല്ലേ? തെറ്റാണെന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമേ ഇല്ല. എന്തുകൊണ്ടാണ്? ആ ന്യായമാണ് പറഞ്ഞത് ബിഗൈരി നഫ്സിൻ. ഒരാൾക്ക് പകരം കൊന്നതല്ല, പിന്നെ എന്തെങ്കിലും അക്രമങ്ങളോ തെറ്റുകളോ ചെയ്തതിൻ്റെ പേരിൽ കൊന്നവനുമല്ല, ഒരു ചെറിയ കുട്ടിയാണ്. പിന്നെ എന്തിനാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത്? അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ ചെയ്തത് ആക്ഷേപിക്കേണ്ട, എതിർക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് ഉറപ്പിലാണ് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചത്. കാരണം നേരത്തത് മറന്നിട്ടോ തെറ്റായിട്ടോ പിഴവായിട്ടോ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതൊരിക്കലും അങ്ങനെയല്ലല്ലോ. ഒരു വ്യക്തിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമുള്ളൊരു പ്രവൃത്തിയല്ലേ. അങ്ങനെ ഒരു പ്രവൃത്തി ആര് ചെയ്താലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയല്ലേ എന്ന ഉറപ്പിലാണ് മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ ചോദിച്ചത്. എന്തായിരുന്നു ഖിളറിൻ്റെ മറുപടി? എന്തായിരുന്നു? ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ. അദ്ദേഹം പറഞ്ഞു, താങ്കളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അലം അഖുൽ ലക എന്താണ്? ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, എൻ്റെ കൂടെ ക്ഷമിക്കുവാൻ താങ്കൾക്ക് സാധ്യമേ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? താങ്കൾക്കൊരു സംഭവം കാണുമ്പോൾ ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് യാത്ര തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പം അതന്നെ സംഭവിച്ചില്ലേ എന്നാണ്. ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ചോദിച്ചു പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന ഒരു വിഷമം അദ്ദേഹത്തിനും ഉണ്ടായി. അപ്പോൾ പിന്നെ അദ്ദേഹം ക്ഷമ ചോദിക്കല്ല ചെയ്ത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി. അദ്ദേഹം പറഞ്ഞു, ഇൻ സഅൽതുക അൻ ശൈഇൻ, ഇനി ഞാൻ വല്ലതിനെക്കുറിച്ചും താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ, ബഅദഹ ഇതിന് ശേഷം, ഫലാ തുസാഹിബിനി, പിന്നെ നിങ്ങൾ എന്നോട് സഹവസിക്കേണ്ടതില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ തമ്മിൽ ഒരു ചർച്ചയോ വാഗ്വാദോ ഒന്നും ആവശ്യമില്ല. അപ്പം എന്നെ പിരിച്ചുവിടാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ പിരിച്ചുവിടാം. പിന്നെ ഈ സംഭവം ഉണ്ടായതോടുകൂടെ തന്നെ എന്താണ്? കത് ബലഗത്ത മില്ല ദുന്യ ഉദറ, എൻ്റെ പക്കൽ നിന്നു തന്നെ താങ്കൾക്ക് ഒഴിവ് കഴിവ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഞാൻ അനുവദിച്ചു. ഇനി ഇത് സംഭവിച്ചാൽ എന്നോട് ചോദിക്കാതെ എന്നെ എന്ത് ചെയ്യാം? പിരിച്ചയക്കാം. ഇതിൽ പിന്നെ തർക്കമോ ചോദ്യമോ അപേക്ഷയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. വീണ്ടും പോയി. അങ്ങനെ അവർ രണ്ടുപേരും പോയി. ഏത്? ഈ കുട്ടിയെ കൊലപ്പെടുത്തി അതിന് ശേഷമുള്ള ചോദ്യങ്ങൾക്ക് ശേഷം വീണ്ടും പോയി. ഹത്താ ഇതാ അത്തയാ അഖിലക്കറിയ. അങ്ങനെ എന്ത് ചെയ്തു? ഒരു രാജ്യക്കാരുടെ അടുക്കൽ ചെന്നു. അഖിലക്കറിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമക്കാരുടെ അടുക്കൽ അവരെത്തി. ഇസ്തതഅമാ അഖിലഹ, അവർ രണ്ടുപേരും അവിടുത്തെ ആളുകളോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് ആ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഫഅബൗ അൻ യുളയ്യിഫുഹുമ, അവർക്ക് ഭക്ഷണം നൽകുവാൻ, എന്നാൽ അവരെ സൽക്കരിക്കുന്നതിന് വിസമ്മതിച്ചു. യുളയ്യിഫുഹുമാൻ, അവർ രണ്ടുപേരെയും സൽക്കരിക്കാൻ അവർ വിസമ്മതിച്ചു. അങ്ങനെ നിൽക്കെ വജദാ ഫീഹാ ജിദാർ, അവിടെ ഒരു ചുമര് കണ്ടു, ഒരു മതിൽ കണ്ടു. യുരീദു അയങ്കല്ല, അതിങ്ങനെ വീഴാറായി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മതിൽ കണ്ടു. പൊളിഞ്ഞു വീഴുവാൻ നിൽക്കുന്ന ഒരു മതിൽ അവർ കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഫാക്കാമു, അദ്ദേഹം അത് നേരെയാക്കി നിർത്തി. ഏതോ ഒരു നാട്ടിൽ അവർക്ക് ഭക്ഷണം പോലും നൽകാത്ത, ആരുടേതെന്നറിയാത്ത ഒരു മതിലാണ് നേരാക്കി കൊടുക്കുന്നത്. കാല അപ്പം മൂസാ നബിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമുക്ക് അവർ ചോദിച്ചിട്ട് ഭക്ഷണം തന്നില്ല, നമ്മളാകെ വിശന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മാന്യമായിട്ട് എന്ത് ചെയ്യാം? ആ മതിൽ നേരാക്കി കൊടുക്കുമ്പോൾ ഒരു വർക്കല്ലേ, ഒരു ജോലിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ ഈ പണിയെടുത്തതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൂലി വേണമെന്ന് പറഞ്ഞ് ആ കൂലി വാങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഭക്ഷണം വാങ്ങി കഴിച്ചൂടെ? അതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഒരു നിലക്കും ഒരു ബാധ്യതയും ഇല്ലാത്തൊരു മതിൽ നേരാക്കി കൊടുക്കുക, അതും ഒരു ഭക്ഷണം പോലും തരാത്ത നാട്ടുകാർക്ക്. ആ സമയത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും ഒന്ന്
ലൗ ഷിഅ്ത ലത്തഖദ്ത അലൈഹി അജ്റ. താങ്കൾ എന്താണ് അതിനെന്തെങ്കിലും വല്ല പ്രതിഫലവും നിശ്ചയിച്ചു മേടിക്കാമായിരുന്നു. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കൂടായിരുന്നോ എന്നാണ്. അപ്പോൾ ഈ സംഭവത്തിലും അദ്ദേഹം ക്ഷമ കൈവിട്ട് ചോദിച്ചു. കാരണം ഒരു ന്യായമല്ല. ഏതോ ഒരു നാട്ടിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതില നേരായി കൊടുക്കണം. അതോ ആരെ മതിലാണ്? ഭക്ഷണം തരാത്ത ഒരു സഹകരണമില്ലാത്ത ആ നാട്ടുകാരുടെ കാര്യം. എന്തായിരിക്കും പ്രതികരണം? കഴിഞ്ഞില്ലേ? കാരണം കഴിഞ്ഞ സംഭവത്തോടുകൂടി ഇനിയൊരു സംഭവം ഉണ്ടായാൽ ചോദിക്കും കൂടി വേണ്ട, പിരിച്ചുവിടാവുന്ന കാര്യമാണ്. ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാനും താങ്കളും തമ്മിലുള്ള വേർപാടാണ്. ഇതവിടെ നമ്മളെ യാത്ര അവസാനിച്ചു. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ. താങ്കൾക്ക് ക്ഷമിക്കുവാൻ സാധിക്കാതിരുന്ന എല്ലാ കാര്യങ്ങളുടെയും, എന്തിന് കപ്പൽ പൊളിച്ചു, എന്തിന് കുട്ടിനെ കൊന്നു, എന്തിന് മതിൽ നേരാക്കി, ഇതിൻ്റെയൊക്കെ ശരിയായ ഉത്തരം സഉനബ്ബിഉക, താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരാമെന്നാണ്. അങ്ങനെയാണ് ആ യാത്ര അവസാനിക്കുന്നത്. ഇനി അടുത്ത വചനങ്ങളിൽ എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള രഹസ്യമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഈ സംഭവങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇതിൻ്റെ അടുത്ത വചനങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചതൊക്കെ ന്യായങ്ങളാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഭാവി, നാളെ ഇതൊക്കെ എന്താണ് ഇതിൽ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളുടെ പ്രവൃത്തി ഒരിക്കലും ഭാവി അറിയാത്ത ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിനക്ക് വ്യക്തമായി മനസ്സിലാകാത്തൊരു കാര്യത്തിൽ താങ്കൾ എങ്ങനെ ക്ഷമിക്കും എന്ന് നേരത്തെ പറഞ്ഞില്ലേ ഖദർ? അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കറിയില്ല അടുത്ത ഭാവി എന്തായിരിക്കുമെന്ന്. നമുക്കറിയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ച് നമുക്കതിൻ്റെ പൂർണ്ണ അറിവില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ക്ഷമിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലാവസ്ഥകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട മക്കൾ മരിക്കുന്നു, അപകടങ്ങൾ വരുന്നു, കച്ചവടങ്ങൾ പരാജയപ്പെടുന്നു, കോടികൾ കടത്തിലാകുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഗുണം നമുക്കുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് പ്രതികൂലമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ഏറ്റവും ഗുണകരമായി തീരാനാണ്. അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും ഗുണം നമുക്ക് പ്രതികൂലമായ കാര്യങ്ങൾക്കായിരിക്കുമെന്നാണ്. നമുക്ക് എന്താണ് ഈ പറയപ്പെട്ട വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ആശയങ്ങൾ എന്താണെന്ന് മാത്രം നമുക്കൊന്ന് പറയാം. അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഇത് സംബന്ധമായി പരാമർശിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, മൂസാ നബി അലൈഹി സ്വലാം ഒന്നും കൂടെ ക്ഷമിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇനിയും കുറേ അറിവുകളും സംഭവങ്ങളും നമുക്ക് കിട്ടും. അതായത് മൂസാ നബി അലൈഹി സ്വലാം ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ്, ക്ഷമിക്കാൻ കഴിയാതെ ഇത് ചോദിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ധാരാളം എന്ത് ചെയ്യുന്നു അറിവുകൾ, ഈ യാത്ര തുടരും, അപ്പോൾ നമുക്ക് കുറേ അറിവുകൾ കിട്ടുമായിരുന്നു എന്ന് ആ ഹദീസിൽ പറയുന്നുണ്ട്. സത്യത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത് ന്യായമാണ്. കാരണം ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടിയെ ഒരു പ്രതിക്രിയയായിട്ട് പോലും അല്ലാതെ കൊലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആത്മരോഷം, ദീനിയായ ഒരു ആത്മരോഷം ഉണ്ടാവില്ല നമുക്ക്, അല്ലേ? ഒരു ഹറാം ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ, ഒരു തിന്മ ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കതിനോട് പ്രതികരിക്കാനുള്ള ഒരു ഈമാനികമായ ഒരു ത്വര ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ, ഒരു താല്പര്യം. അതുമാത്രമല്ല ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ധാരാളം സംഭവങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് ഈ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ കുട്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഈ കുട്ടിയെ കൊന്ന സമയത്ത് ഫസ്തത്തെ മൂസാ നബിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നാണ്. കാരണം അതൊരു ഒരു മതപരമായിട്ടുള്ള ദീനിയായിട്ടുള്ള ഒരു ആത്മരോഷമാണത്. അവിടെ ചോദിക്കുന്നത് സക്കിയത്തായത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലിഅന്നഹു ഗുലാമുൻ സഗീർ. ഷെയ്ഖ് ഹുസൈമീൻ അദ്ദേഹത്തെ തഫ്സീർ പറഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്. വൽ ഗുലാമു സഗീർ തുക്തബു ലഹുൽ ഹസനാത്ത്. ചെറിയ കുട്ടികളാകുമ്പോൾ എങ്ങനെ അറിയോ? അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവരുടെ നന്മകളായി എഴുതപ്പെടും. എന്നാൽ വല തുക്തബു അലൈഹി സയ്യിആത്ത്, തിന്മകൾ എഴുതപ്പെടില്ല. അതായത് നന്മ തിന്മകൾ ബാധകമാകാത്ത ചെറിയ കുട്ടികൾ നന്മ ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? അവർക്കത് രേഖപ്പെടുത്തിയ പ്രതിഫലം കൊടുക്കും. തിന്മ ചെയ്താലോ അത് രേഖപ്പെടുത്തുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഫൈദൻ ഹുവ സക്കി എന്ന് പറയുന്നത്. ലിഅന്നഹു സഗീർ ഫലാ തുക്തബു അലൈഹി സയ്യിഅത്ത്. തിന്മകൾ അവൻ്റെ പേരിൽ എഴുതപ്പെടുമായിരുന്നെങ്കിൽ
അവന് നമുക്ക് നല്ലവൻ, നിർദോഷി എന്ന് പറയാൻ പറ്റൂല. ദോഷം ചെയ്യാത്തവൻ, ദോഷം ചെയ്യാത്തൊരു കുട്ടി ഉണ്ടാവില്ലല്ലോ. ഇവിടെ ദോഷം ചെയ്യാത്തവൻ എന്ന് പറയാൻ കാരണം കുട്ടികളുടെ ദോഷം പരിഗണിക്കപ്പെടില്ല എന്നാണ്. എന്നാൽ നമ്മളൊക്കെ എന്താ വെച്ചാൽ 2 വയസ്സ് പോലും തികയാത്ത ചെറിയ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അറിയില്ലല്ലോ ഈ ലോകത്ത് കാര്യങ്ങൾ. അവിടെ ഇവിടെ നിന്ന് മൂത്രയിച്ചു അല്ലെങ്കിൽ അവിടെ നിന്ന് വൃത്തികേടാക്കി, അപ്പോഴത്തേക്കും ആ കുട്ടികളോട് വളരെ രോഷത്തിലും വളരെ ശക്തമായ ഭാഷയിലൊക്കെ ശാസിക്കുന്ന ഉമ്മമാരെ കാണാൻ പറ്റും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ലല്ലോ, അവർക്ക് അറിയില്ലല്ലോ തെറ്റെന്താണ് ശരി എന്താണെന്ന് അവർക്ക് അറിയില്ല. ആണ് അള്ളാഹു തന്നെ എന്തേ ഉള്ളൂ, ശരിക്കും അവർക്ക് പ്രതിഫലം കൊടുക്കും, തെറ്റുകൾ അവരുടെ പേരിൽ രേഖപ്പെടുത്തൂല എന്നാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ലഖദ് ജിഅ്ത ശൈഅൻ നുക്ര, ഏറ്റവും ആക്ഷേപാർഹമായൊരു കാര്യമാണ് താങ്കൾ കൊണ്ടുവന്നത്. അതായത് മുൻകറൻ അലീമൻ, ഏറ്റവും വലിയ തെറ്റ്. എന്താണ് ആ തെറ്റ്? അന്തഖ്തുല നഫ്സൻ, ഒരാളെ കൊല്ലുക. മഹാപാപങ്ങളിൽപ്പെട്ടതല്ലേ അതാണ്. നേരത്തെ കപ്പൽ പൊളിച്ച പോലെയല്ലത്, ഇത് വളരെ ശക്തമായ, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു തെറ്റാണെന്നർത്ഥം. പിന്നെ അടുത്തതിൽ നമ്മൾ പറയണത് എന്താ വെച്ചാൽ, ഒരു അന്യനാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, അന്യനാട്ടിൽ നിന്ന് വന്ന 2 ആൾക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോടൊരു പ്രത്യേക മമത നമുക്ക് ഉണ്ടാവില്ലേ. എന്നാൽ ഈ നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഖിദ്റിനെയും അവരവഗണിച്ചു, അവരാദരിച്ചില്ല, ഭക്ഷണം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. എന്നിട്ടാണ് അവരുടെ മതിൽ നേടാക്കി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് സഹിക്കാനും കണ്ടു നിൽക്കാനും മൂസാ നബി ഇസ്ലാമിന് പറ്റൂലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, സഉഖ്ബിറുക ബിമാ അൻകർതാലി, താങ്കൾക്കിപ്പോൾ അപരിചിതമായി തോന്നിയ കാര്യങ്ങൾ ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരാം. പിന്നെ എന്താണ് അതിൻ്റെയൊക്കെ ശരിയായ വ്യാഖ്യാനങ്ങൾ എന്ന് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാളത്തെ ഭാവി നമുക്കറിയാത്തത് കൊണ്ട് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ ഗുണമാവട്ടെ ദോഷമാകട്ടെ എന്ത് സംഭവിച്ചാലും ത്രികാലജ്ഞായിയായ എല്ലാ സന്ദർഭത്തെയും കാലങ്ങളെയും കുറിച്ചാണ് അള്ളാഹു. അതുകൊണ്ട് എന്തെങ്കിലും ഹൈറുണ്ടായിരിക്കും. ഞാൻ അടുത്ത ദിവസം ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അപ്പോൾ ആ കുട്ടിനോട് അവൻ്റെ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യം, അവൻ്റെ വാപ്പ അവൻ്റെ ഉമ്മനെ ഡിവോഴ്സ് ചെയ്ത് പോയതാണ്. അപ്പോൾ തൊലാക്ക് ചെയ്ത് പോയി. അപ്പോൾ ഞാനത് പറയുമ്പോൾ അവനതിലൊരു വിഷമം ഉണ്ടാവും, വാപ്പനെ നഷ്ടപ്പെട്ടതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഉമ്മക്കും എനിക്കും ദീന് കിട്ടാൻ കാരണം എൻ്റെ വാപ്പ എൻ്റെ ഉമ്മയെ ഉപേക്ഷിച്ചതാണെന്നാണ്. എന്താ പറയാൻ കാരണം? അതായത് വാപ്പൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അത് വേറൊരു കൾച്ചറാണ്. വാപ്പ പോയതോടുകൂടെ എന്ത് ചെയ്തു, അവർക്കൊരു ദീനിയായ ലേനിലേക്ക് നീങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു ഡൈവേഴ്സ് നടക്കുമ്പോൾ എത്രമാത്രം അവർ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് അവരതിനെ ഒരു അനുകൂലമായിട്ടാണ് കാണുന്നത്. കാരണം പരലോകത്ത് രക്ഷപ്പെടാനും ദീനിയായി ജീവിക്കാനും സാധിക്കുന്നൊരവസ്ഥക്ക് അത് കാരണമായി തീർന്നല്ലോ എന്നത് വളരെ സന്തോഷം. നമുക്ക് അറിയില്ല സുഹൃത്തുക്കളെ, നമുക്ക് ഗുണമാണോ ദോഷം? ഗുണം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എത്രയോ ഗുണമാണ് അതുണ്ടായത് എന്ന് ഇന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളെ അനുകൂലമായും പ്രതികൂലമായ സംഭവങ്ങളെ നമ്മുടെ സ്വന്തം ചിന്ത കൊണ്ട് കണക്കാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് കാണാം. പക്ഷേ ഭാവിയിൽ അത് ഏറ്റവും വലിയൊരു ഗുണമായി വരുന്നൊരവസ്ഥ ഉണ്ടാകും. അള്ളാഹുവിനെ അത് അറിയുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ ഇത്രയും ആശയങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത്. നമുക്കൊന്ന് ഓതി അവസാനിപ്പിക്കാം. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا قال ألم أقل لك إنك لن تستطيع معي صبرا قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع
അലൈഹി സ്വബ്റാ. നന്നായി ഒന്ന് വായിച്ച് ഓതി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കഴിയുന്നത്ര മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഖുർആൻ പഠിക്കുകയും അതിൻ്റെ പ്രയോജനം അനുകൂലമാവുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ